സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? നൗൺ എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു, പ്രൊനൗൺ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു, അതുപോലെ ഏത് പറഞ്ഞിരുന്നു, വെർബ് എന്താണെന്ന് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, വെർബുകൾക്ക് പറയുന്ന പല പേരുകൾ ഏതൊക്കെയാണെന്നും പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിലെ അടുത്ത ഭാഗമാണ്. എന്ത് ചെയ്യുന്നു, ഇവിടെ അഡ്ജക്റ്റീവുകൾ എങ്ങനെ കണ്ടെത്താം, അവ ഏതൊക്കെയാണ്, ആഡ്വെർബുകളെ എങ്ങനെ കണ്ടെത്താം, അവ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ കൺജങ്ഷൻ എന്താണ്, അവ എങ്ങനെ കണ്ടെത്താം, അതുപോലെ ഇന്റർജങ്ഷൻ എന്താണ്, അവ എങ്ങനെ കണ്ടെത്താം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നോക്കിയേ, അപ്പോൾ അതിലെ ആദ്യം പറയുന്നതാണ് അഡ്ജക്റ്റീവ്. കുട്ടികളെ, എന്താണ് ഈ അഡ്ജക്റ്റീവ്? അപ്പോൾ നമുക്കറിയാവുന്നതാണ്, വെർബിനെ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെർബല്ല, നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അതായത് ക്വാളിറ്റി ഓർ എ ക്വാണ്ടിറ്റി ഓഫ് നൗൺ ഈസ് നോൺ ആസ് അഡ്ജക്റ്റീവ്. ഇംഗ്ലീഷ് പറയുമ്പോൾ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് നൗൺ ഈസ് നോൺ ആസ് അഡ്ജക്റ്റീവ്. ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ നൗണിന്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ സൂചിപ്പിക്കുന്ന വാക്കുകളെയൊക്കെ നമുക്ക് എന്നാന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചുമ്മാ വാക്കുകൾ പറഞ്ഞാൽ അഡ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വാക്കുകളാണ് ബ്യൂട്ടിഫുള്ള്, ഹാൻസം, സ്മോള്. നമ്മളിത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒക്കെ പറഞ്ഞതാണ്. അതുപോലെ ബിഗ്, ടോള്, ലാർജ്, വണ്ടർഫുള്ള്, യൂസ്ഫുൾ, യങ്, ഇതെല്ലാം അഡ്ജക്റ്റീവ് ആണ്. ഇപ്പൊ ബ്യൂട്ടിഫുൾ വെറുതെ പറഞ്ഞ ബ്യൂട്ടിഫുൾ വിച്ച് കൈൻഡ് ഓഫ് വേർഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. ഇനി ഹാൻസം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അഡ്ജക്റ്റീവ്. സ്മോൾ, ബിഗ്. ഇപ്പൊ ബ്യൂട്ടിഫുൾ ഗേൾ, ആ ഗേളിന്റെ വിശേഷണമാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഹാൻസം ബോയ്, ബോയുടെ വിശേഷണമാണ് ഹാൻസം എന്ന് പറയുന്നത്. സ്മോൾ ബോയ്, സ്മോൾ എന്ന് പറയുന്ന ബോയുടെ വിശേഷണമാണ്. ബിഗ് ബോയ് എന്ത് ചെയ്യുന്നോടെ, ബിഗ് എന്ന് പറയുന്നത് ആ ബോയുടെ വിശേഷണമാണ്. ടോൾ എന്ത് ചെയ്യുന്നോടെ, ടവർ, ആ ടവറിന്റെ വിശേഷണമാണ് ടോൾ എന്ന് പറയുന്നത്. ലാർജ് പ്ലേസ്, ആ പ്ലേസിന്റെ വിശേഷണമാണ് ലാർജ് എന്ന് പറയുന്നത്. വണ്ടർഫുള്ള് ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റിന്റെ വിശേഷണമാണ് വണ്ടർഫുൾ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ആനിമൽ, ആ ആനിമലിന്റെ വിശേഷമാണ് യൂസ്ഫുൾ എന്ന് പറയുന്നത്. യങ് ബോയ്, ആ ബോയുടെ വിശേഷണമാണ് യങ് എന്ന് പറയുന്നത്. അല്ലേ? അപ്പം നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കുട്ടികളെ, നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു അഡ്ജക്റ്റീവായിട്ട് വന്നാൽ നമുക്ക് കണ്ടെത്താൻ പാടൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താം അത് അഡ്ജക്റ്റീവ് ആണെന്ന് വളരെ പെട്ടെന്ന് പറയുകയും ചെയ്യാം. പക്ഷേ കണ്ടാൽ അഡ്ജക്റ്റീവ് ആണെന്ന് തോന്നില്ല, എന്നാൽ അവയെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, സെന്റൻസുകളിൽ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. അപ്പം നമുക്ക് അതെന്ത് ചെയ്യണം, അത്തരം വാക്കുകൾ പഠിക്കണം. അതാണ് കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കൺഫ്യൂസിങ്. നമ്മളിപ്പം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക് വെറുതെ പറഞ്ഞ അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അത്തരം വാക്കുകൾ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ അത് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് സെന്റൻസിനുള്ളിൽ വരുമ്പോഴേ അഡ്ജക്റ്റീവായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അതിനെ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അഡ്ജക്റ്റീവുകളുടെ തരം പഠിക്കണം. ഈ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന വാക്കുകൾ വരുമ്പോഴാണ് നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് അഡ്ജക്റ്റീവ് ഉള്ളതായിട്ട് നമുക്ക് പരിചയമുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ കാണില്ല. അപ്പം അഡ്ജക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അഡ്ജക്റ്റീവ് കണ്ടെത്താൻ അറിയില്ല, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള അഡ്ജക്റ്റീവ് കണ്ടെത്തണം. അതാണ് കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ്. കുട്ടികളെ, അഡ്ജക്റ്റീവുകൾ 7 തരം അഡ്ജക്റ്റീവുകളുണ്ട്. എത്ര തരം അഡ്ജക്റ്റീവ് ഉണ്ടേ? 7 തരം അഡ്ജക്റ്റീവുകളുണ്ട്. അതിൽ ഒന്നാമത്തെ അഡ്ജക്റ്റീവാണ്, ആദ്യം പേര് മാത്രം പഠിക്കുക, ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ഉറച്ചു പറഞ്ഞേ, ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. രണ്ടാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. രണ്ടാമത്തെ അഡ്ജക്റ്റീവിന്റെ പേര് എന്താ? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. രണ്ടാമത്തെ അഡ്ജക്റ്റീവ് ആണ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് എന്ത് ചെയ്യുന്നു, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തെ അഡ്ജക്റ്റീവിന്റെ പേര് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ. നാലാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. നാലാമത്തെ അഡ്ജക്റ്റീവിന്റെ പേര് പറ, ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അഞ്ചാമത്തെ അഡ്ജക്റ്റീവ് ആണ് പൊസസീവ് അഡ്ജക്റ്റീവ്. അഞ്ചാമത്തെ അഡ്ജക്റ്റീവിന്റെ പേര് പൊസസീവ് ടൈപ്പ് അഡ്ജക്റ്റീവ്. ആറാമത്തെ പേരാണ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ആറാമത്തെ അഡ്ജക്റ്റീവ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഏഴാമത്തെ അഡ്ജക്റ്റീവിന്റെ പേരാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. കോമ്പൗണ്ട് ടൈപ്പ് അഡ്ജക്റ്റീവ്. അപ്പൊ ഏതൊക്കെയാണ് കുട്ടികളെ അഡ്ജക്റ്റീവുകൾ? ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. അടുത്തതാണെങ്കിലാ ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് അഡ്ജക്റ്റീവ്. അടുത്താണെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് ടൈപ്പ് അഡ്ജക്റ്റീവ്. അടുത്താണെങ്കിൽ ഇന്ററോഗേറ്റീവ് ടൈപ്പ് അഡ്ജക്റ്റീവ്.
അടുത്താണെങ്കിലാ പൊസസീവ് അഡ്ജക്റ്റീവ്, അടുത്തത് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്, അടുത്തത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഇങ്ങനെ എത്ര തരം ഉണ്ട്? 7 തരം അഡ്ജക്റ്റീവുകൾ ഉണ്ട്. എത്ര തരം ഉണ്ട് കുട്ടികളെ? 7 തരം. അപ്പം അഡ്ജക്റ്റീവുകൾ പ്രധാനമായിട്ടും 7 തരം അഡ്ജക്റ്റീവുകളുണ്ട്. പേരുകൾ ഒരു തവണ കൂടെ പറ. ഒന്നാമത്തേല് ഡിസ്ക്രിപ്റ്റീവ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. രണ്ടാമത്തേന്റെ പേര് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തേല് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. നാലാമത്തേല് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അടുത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്. അടുത്തത് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. അടുത്തത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഇനി ഇവയെല്ലാം ഏതാണ്? ഇവയിലെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ കണ്ടെത്താം? ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കുട്ടികളെ, ആദ്യത്തെ ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ഒന്നാമത്തെ ടൈപ്പ് ഏതാണ്ടായി? ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ആ പേരിൽ നിന്ന് തന്നെ പഠിക്കണം, കാണാതെ പഠിക്കരുത് കേട്ടോ. ഇതൊരു കാര്യവും കാണാതെ പഠിക്കരുത്. ആ പേര് നോക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ അർത്ഥം? ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ എന്താണ് അർത്ഥം? അതിന്റെ വിശേഷണം, ഒരു നൗണിന്റെ വിശേഷണം. അതായത് നിങ്ങൾക്ക് ഈ അഡ്ജക്റ്റീവ് ആയിട്ട് അറിയാന്നുള്ള എല്ലാ വാക്കുകളും ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റിയാണ്. ഏതാണ്ടായി? ഹാൻസം, ബ്യൂട്ടിഫുൾ, ക്ലവർ, വണ്ടർഫുൾ, ബിഗ്, സ്മോള്, ലാർജ്, യങ്, ക്ലവർ എല്ലാം ക്വാളിറ്റി ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്. നൗണിന്റെ വിശേഷണം പറയുന്ന വാക്കുകൾ, നൗണിന്റെ വിശേഷണം പറയുന്ന വാക്കുകൾ എല്ലാം ഏതാണ്ട്? ബ്യൂട്ടിഫുൾ, ഹാൻസം, ക്ലവർ, സ്മോള്, ബിഗ്, ലാർജ്. അതായത് നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ അഡ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് അറിയാന്നുള്ള എല്ലാ വാക്കുകളും ഡിസ്ക്രിപ്റ്റീവിന് എക്സാമ്പിളാണ്. അതാണ് നമുക്ക് അറിയാന്നുള്ളത്. സത്യത്തിൽ നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് ആണ് നമുക്ക് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ വാക്കുകൾ ചുമ്മാ പറഞ്ഞാൽ അഡ്ജക്റ്റീവ് തന്നെ. ഇതാണ് പ്യുവർ അഡ്ജക്റ്റീവ് അല്ലേ? ബ്യൂട്ടിഫുൾ, വെറുതെ ഈ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് ചുമ്മാ പറഞ്ഞാലും അത് അഡ്ജക്റ്റീവ് ആണ്. ഹാൻസം, ക്ലവർ, വണ്ടർഫുൾ, യൂസ്ഫുൾ, പിന്നെ അതേപോലെ തന്നെ ഗുഡ്, ബാഡ് എല്ലാം അഡ്ജക്റ്റീവ്. യങ്, ഇതെല്ലാം അഡ്ജക്റ്റീവ് ഇതിന് പറയുന്നത്. അതായത് നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് പ്യുവർ ആയിട്ട് വിശേഷിപ്പിക്കുന്ന വാക്കുകൾ അഡ്ജക്റ്റീവ് എന്തെന്ന് പറയാം? ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തതാണ് എക്സാമ്പിൾ നോക്കിയേ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അപ്പൊ ഗേൾ എന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്താണ്? അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ ടൈപ്പിന്റെ പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ്. ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി. കുട്ടികളെ, ഈ ക്വാണ്ടിറ്റി എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന വാക്കർത്ഥം പറഞ്ഞാൽ മതി. മലയാളം അളവ്, അളവ് തൂക്കങ്ങൾ. ഈ അളവ് തൂക്കങ്ങൾ നമ്മൾ എന്തിലായിരിക്കും പറയുന്നത്? സംഖ്യകളിലായിരിക്കുമല്ലോ പറയുന്നത്. 1, 2, 3, 4 അത്രയല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ആ അഡ്ജക്റ്റീവ്. അപ്പം ഇത്രയേ ഉള്ളൂ, കണ്ടെത്താൻ എളുപ്പം. സംഖ്യകൾ കൊണ്ട് നൗണിനെ വിശേഷിപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. സംഖ്യകൾ കൊണ്ട് നൗണിനെ വിശേഷിപ്പിച്ചാൽ അതിന് പറയുന്ന പേര് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്. നോക്കിയേ, ഇത് കണ്ടെത്താനുള്ള എളുപ്പ വഴി പറഞ്ഞുതരാം. കുട്ടികളെ, സംഖ്യ കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ട് നോക്കാം. അതായത് 1, 2, 3, 4 ഇതൊക്കെയാണ് അഡ്ജക്റ്റീവ്. ഇത് എപ്പോഴാണ്? ഇനി പറയുന്ന സാധനങ്ങളെല്ലാം സെന്റൻസിനകത്ത് വന്നാലേ അഡ്ജക്റ്റീവ് ആയിട്ട് മാറാറുള്ളൂ. ഇനി നമ്മൾ പറയുന്ന എല്ലാ ടൈപ്പും ഒരു സെന്റൻസ് വരുമ്പം ആ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നൗൺ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഒന്നെന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവ് അല്ല. പക്ഷെ ബ്യൂട്ടിഫുളിന്റെ കാര്യത്തിലൊക്കെ ബ്യൂട്ടിഫുൾ വെറുതെ പറഞ്ഞത് അഡ്ജക്റ്റീവ് ആണ്. പക്ഷെ 1, 2, 3, 4 അത് അഡ്ജക്റ്റീവ് ആവാം. എപ്പോഴാണ് കുട്ടികളെ? ഈ 1, 2, 3, 4 ഈ സംഖ്യകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരണം? ഒരു നൗൺ വരണം. വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവാണ്. നോക്ക്, അപ്പൊ സംഖ്യകൾ കൊണ്ട് നൗണിനെ വിശേഷിപ്പിച്ചാൽ അതിന് പറയുന്ന പേരാണ് ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ എന്തെന്ന് പറയുന്നോടെ? നമ്പർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരണം? ഒരു നൗൺ വരണം. എങ്കിൽ മാത്രമേ അതിന് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആ നമ്പറിന്, ആ സംഖ്യകളെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ 1, 2, 3, 4, 5 ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാവ് 3 ഫ്രണ്ട്സ്. നോക്ക്, ഇവിടെ ഒരു 3 എന്ന് പറയുന്ന സംഖ്യ കിട്ടി. അതിന്റെ തൊട്ടടുത്ത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന നൗൺ വന്നു. ഈ നൗൺ വന്നുകൊണ്ട് മാത്രം ഈ 3യെ നമുക്ക് എന്തെന്ന് പറയാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ആ അഡ്ജക്റ്റീവിന്റെ പേര് എന്തെന്ന് പറയാം? ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. മനസ്സിലായ? അപ്പൊ സംഖ്യകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു നൗൺ വന്നിട്ടുണ്ടോ നോക്കുക. എങ്കിൽ ആ സംഖ്യയെ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. എന്ത് അഡ്ജക്റ്റീവ്? ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയേ. മൂന്നാമത്തെ തരമാണ് ഡെമോൺസ്ട്രേറ്റീവ്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, എടുത്തു പറയുക,
അല്ലെങ്കിൽ കാണിക്കുക, അല്ലെങ്കിൽ ചൂണ്ടിപ്പറയുക എന്നർത്ഥത്തിൽ പറയുന്നു. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു അല്ലേ? ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ പറഞ്ഞാണ് പിള്ളേർ. ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഏതൊക്കെ? 4 ഉള്ളൂ. എക്സാമ്പിൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. കുട്ടികളെ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഏതൊക്കെ വാക്കുകളാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പറയുന്ന പേര് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. 4 ഉള്ളൂ. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഓക്കെ, ഈ വാക്കുകൾ അതിന്റെ തൊട്ടടുത്ത് നൗണ് പറയണം. എക്സാമ്പിൾ നോക്കിയേ. ദിസ് ബുക്ക് ഈസ് മിസ്സിംഗ്. കണ്ടല്ല, ഇവിടെ ബുക്ക് എന്ന് പറയുന്ന വാക്ക് കിടക്കുന്നു, അതൊരു നൗണാണ്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ദിസ് വന്നിരിക്കുന്നു. അപ്പൊ ദിസ് കഴിഞ്ഞിട്ട് ബുക്ക് വന്നുകൊണ്ട് ഇനി എന്തെന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. പേരെന്തെന്ന് പറയാം? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. കുട്ടികളെ ഈ വാക്ക് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് നൗണ് വന്നാൽ മാത്രമേ വിളിക്കുള്ളൂ, അല്ലെങ്കിൽ പറയില്ല കേട്ടോ. മറ്റേ നമ്മൾ ആദ്യത്തെ ടൈപ്പിൽ അങ്ങനെയില്ല. അത് എവിടെ വേണോ വരാം, ആ സെന്റൻസിൽ എവിടെ വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇനി ബാക്കി രണ്ടാമത്തോട്ട് പറയുന്ന എക്സാമ്പിൾസ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരണം? നൗണ് വരണം, നിർബന്ധം. ഓക്കെ, അടുത്ത 3ാമത്തെ തരമാണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. കുട്ടികളെ ഈ ഇന്ററോഗേറ്റീവ് വേർഡ്സ് ഏതൊക്കെയുണ്ട്? ഇന്ററോഗേറ്റീവ് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വാട്ട്, വെയർ, ഹൗ, ഹൗ മച്ച്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. അത് തന്നെയാണ് കാര്യം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടോ നോക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തില് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേർഡിന് പറയുന്ന പേരാണ് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അതൊരു അഡ്ജക്റ്റീവ് ആണ്, ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ? വിച്ച്, ഹൂസ്, വാട്ട്, ഹൗ, ഹൗ മച്ച്, ഇതൊക്കെ കഴിഞ്ഞിട്ട്. ഒരു എക്സാമ്പിൾ നോക്കിയേ. വിച്ച് ബുക്ക് ഈസ് യുവർ ഫേവറേറ്റ്. ഈ വെറുതെ വിച്ച് മാത്രം വന്നു കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് അല്ല, അത് സെന്റൻസിൽ വരികയും ചെയ്യണം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് എന്ത് വരണം? ഒരു നൗണ് വരികയും ചെയ്യണം. നോക്ക്, വിച്ച് വന്നിട്ടുണ്ട്, അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാമെന്ന് എങ്ങനെ നോക്കാം? തൊട്ടടുത്ത വാക്ക് നോക്കാം, അതൊരു നൗണാണ്. ബുക്ക് എന്ന് പറയുന്നത്, ബുക്ക് ഒരു നൗണാണ്. അതുകൊണ്ട് ഇനി നമുക്ക് എന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. എന്നാ ഇതാണ് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിലാ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്. നോക്കൂ കുട്ടികളെ, ഇവിടെ വിച്ച് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഈസ് ആണ് കിടക്കുന്നത്. ഈസ് എന്ന് പറയുന്നത് എന്തോ ആണ്? ഓക്സിലറി വെർബാണ്. അതുകൊണ്ട് തന്നെ വിച്ചിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുമോ? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് മാറുന്നു. ക്വസ്റ്റ്യൻ വേർഡ് മനസ്സിലായല്ല? ഇപ്പൊ ക്വസ്റ്റ്യൻ വേർഡുകൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേർഡിന് വിളിക്കുന്ന പേര് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ പേര്, കറക്റ്റ് പേര് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, അടുത്ത 5ാമത്തെ ടൈപ്പ് നോക്കിയേ. പൊസസീവ് അഡ്ജക്റ്റീവ്. നമ്മൾ പഠിച്ചാണ് പ്രോനൗണിന്റെ ക്ലാസിഫിക്കേഷനിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് കുട്ടികളെ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദേർ. ഒരു തവണയും കൂടെ പറ. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദേർ. ഈ വാക്കുകളാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഇവ ഒരു സെന്റൻസിൽ വരികയും ഇവ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വരികയും ചെയ്താൽ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പറയുന്ന പേര് അഡ്ജക്റ്റീവ്. എന്ത് അഡ്ജക്റ്റീവ്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, മനസ്സിലായ? ഏതൊക്കെയുണ്ടായി? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദേർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. എന്ത് തരം അഡ്ജക്റ്റീവ് ആണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. എക്സാമ്പിൾ നോക്കിയേ. മൈ ബുക്ക് ഈസ് മിസ്സിംഗ്. നമുക്ക് ഇത് ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നൗൺ വന്നാൽ മാത്രമേ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കത്തുള്ളേ. അത് ഓർമ്മയിലിരിക്കണേ. ബുക്ക് എന്ന് പറയുന്ന ഒരു നൗണാണ്. മൈ എന്ന് പറയുന്ന വാക്ക് മുന്നിൽ വന്നിരിക്കുന്നു. കണ്ട, മൈ കഴിഞ്ഞിട്ട് ബുക്ക് വന്നുകൊണ്ട് ഈ മൈയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? അടുത്ത 6ാമത്തെ ടൈപ്പാണ് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. എന്താണ് കുട്ടികളെ? ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. കുട്ടികളെ, ഈ ഇൻഡെഫിനിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്ട്? ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യത ഉള്ളത്, ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യത ഇല്ലാത്തത്. അപ്പൊ എത്രയുള്ള കാര്യം?
കൃത്യതയില്ലാത്ത വാക്കുകൾ കൊണ്ട് ഒരു നൗണിനെ വിശേഷിപ്പിച്ചാൽ നമുക്ക് കറക്റ്റ് എണ്ണം പറയാൻ പറ്റാത്ത വാക്കുകൾ. സമ്മ് ഒരു കൃത്യതയുള്ള വാക്കാണോ കുട്ടികളെ? ഇല്ല. അതേപോലെ മെനി കൃത്യതയുള്ള വാക്കാണ്? ഇല്ല. ഓൾ കൃത്യതയുള്ള വാക്കാണ്? ഇല്ല. സെവറൽ കൃത്യതയുള്ള വാക്കാണ്? ഇപ്പൊ സെവറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പേരേ ഉള്ളെന്ന് പറയാൻ പറ്റുമോ? സം എന്ന് പറഞ്ഞാൽ 5 പേരെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 6 2 3 പറയാൻ പറ്റുമോ? എത്രയോ എന്ന അർത്ഥത്തിൽ പറയുന്നത് കൃത്യതയില്ലാത്ത വാക്കുകൾ. അപ്പൊ ഈ വാക്കുകൾ കൊണ്ടൊരു നൗണിനെ വിശേഷിപ്പിക്കണം. എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ ഇത്തരം വാക്കുകൾ അങ്ങനെയുള്ള എക്സാമ്പിൾ പഠിച്ചേ. സമ്മ്, മെനി, ഫ്യൂ, മച്ച്, നോബഡി, എയ്തർ, സെവറൽ, വെരി, മസ്റ്റ്, ആള്, എനി. കണ്ടാ? ഒന്നും കൂടെ പറഞ്ഞേ. സം, മെനി, ഫ്യൂ, മച്ച്, നോബഡി, എയ്തർ, സെവറൽ, എവരി, മസ്റ്റ്, ആള്, എനി. കുട്ടികളെ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് വരണം? ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. എന്ത് അഡ്ജക്റ്റീവ്? ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. കൃത്യതയില്ലാത്ത വാക്കുകൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഏതൊക്കെയാണ്? സമ്മ്, ഏത് കൃത്യതയില്ലാത്ത വാക്കുകൾ? സമ്മ്, മെനി, ഫ്യൂ. പിന്നെ അതേപോലെ ലിറ്റിലും ഉണ്ട് കേട്ടോ. ലിറ്റിൽ നല്ലൊരു വാക്കാണ്. ലിറ്റില് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിറ്റിലും ഫ്യൂ ഒക്കെ എങ്ങനെ അഡ്ജക്റ്റീവ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളാം. സമ്മ്, ഫ്യൂ, മെനി, ലിറ്റില്, മച്ച്, നോബഡി, എയ്തർ, സെവറൽ, എവരി, അതുപോലെ എവരി, മസ്റ്റ്, ആള്, എനി. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് വരണം? ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. എന്ത് അഡ്ജക്റ്റീവ്? ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ നോക്കിയേ. സെവറൽ ബോയ്സ്. ഇത് കഴിഞ്ഞിട്ടൊക്കെ ഒരു തൊട്ടടുത്ത് നൗണ് വരണം. സെവറൽ ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. നോക്കിയേ കുട്ടികളെ, ഇവിടെ സെവറൽ എന്ന് പറയുന്ന വാക്കുണ്ട്. അഡ്ജക്റ്റീവ് ആണെന്ന് എങ്ങനെ ഉറപ്പിക്കാം? തൊട്ടടുത്തായിട്ട് ബോയ്സ് എന്ന് പറയുന്ന നൗൺ വന്നിരിക്കുന്നു. അതുകൊണ്ട് സെവറൽ അഡ്ജക്റ്റീവ് ആണ്. എന്തൊരു അഡ്ജക്റ്റീവ്? ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഈ അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവിന്റെ തരങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ അഡ്ജക്റ്റീവ്? നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്. ഇത് ചെയ്യുന്നത് എക്സാമ്പിള് ബ്യൂട്ടിഫുൾ, ഹാൻസം, ക്ലവർ, വണ്ടർഫുൾ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. ഓക്കെ, ഇനി അഡ്ജക്റ്റീവുകൾ എത്ര തരമുണ്ട്? 7 തരം അഡ്ജക്റ്റീവുകളുണ്ട്. ഒന്നാമത്തെ പേര് എന്ത് ചെയ്യും? ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും അത് തന്നെയാണ്. ബ്യൂട്ടിഫുൾ, ഹാൻസം, അതായത് നമുക്കറിയാവുന്ന എല്ലാ വാക്കും നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ. ബ്യൂട്ടിഫുൾ, ഹാൻസം, ക്ലവർ, വണ്ടർഫുൾ, യങ്, സ്മോള്, ലാർജ്, ബിഗ്, ഹോട്ട്, എല്ലാം കോൾഡ്, എല്ലാം അഡ്ജക്റ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ തരം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുക, കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആണ്. ഏതൊക്കെയാണ്? രണ്ടാമത്തെ പേരാണ് ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. സംഖ്യകൾ കഴിഞ്ഞ് തൊട്ടടുത്തൊരു നൗൺ വന്നു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തെ പേര് പൊസസീവ് അഡ്ജക്റ്റീവ്. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് പറയുന്ന പേര് പൊസസീവ് അഡ്ജക്റ്റീവ്. അടുത്തതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഏത് വരണം? ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് എന്ത് വരണം കുട്ടികളെ? ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ചൂണ്ടിപ്പറയുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലാത്ത വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഏതാണ്ടേ? സമ്മ്, സെവറൽ, ലിറ്റിൽ, ഫ്യൂ, അതുപോലെ മെനി, മച്ച്, ആള്, എനി ഒക്കെ കഴിഞ്ഞിട്ട് വരും. ഇനി ക്വസ്റ്റ്യൻ വേർഡുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ലാസ്റ്റ് വണ്ണാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. പഠിക്കുക, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. 7ാമത്തെ തരമാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. എന്താണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോമ്പൗണ്ട് വേർഡുകൾ, അതായത് ഹൈഫൺ, 2 വാക്കുകൾ ചേർത്ത്, 2 പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം ഉണ്ടാക്കുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. 2 അർത്ഥപൂർണമായ വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഹൈഫൺ ഉള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടൊരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. അതായത് എന്ത് ചെയ്യുന്നു? നൗണുകളെ കോമ്പൗണ്ട് വേർഡുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നു എങ്കിൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. അല്ലെങ്കിൽ കോമ്പൗണ്ട് വേർഡുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. നോക്ക്,
ഹൈഫൺ ഉള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഒരു നൗൺ വന്നാൽ അതിനെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് അങ്ങനെ പഠിച്ചാലും മതി. എങ്ങനെയാണോ നമുക്ക് പഠിക്കാം. ബ്രോക്കൺ ഡൗൺ, ഒന്നാമത്തെ വാക്ക് നോക്കി, ബ്രോക്കൺ ഡൗൺ ഹൈഫൺ ഉള്ള വാക്ക്. ഇനി വെൽ മെയിൻറ്റെയിൻഡ് ഹൈഫൺ ഉള്ള വാക്ക്. ഓൾഡ് ഫാഷൻഡ് ഹൈഫൺ ഉള്ള വാക്ക്. മൾട്ടി സ്റ്റോറീഡ്, സ്റ്റോറീഡ് എന്ന് പറഞ്ഞാൽ ബഹുനിലകൾ എന്നാണ് കേട്ടോ. മൾട്ടി സ്റ്റോറി ബഹുനില കെട്ടിടം. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളാണ് കോമ്പൗണ്ട് വേർഡ്സ്. ഈ വാക്കുകൾ കഴിഞ്ഞ് തൊട്ടടുത്ത് എന്ത് പറയണം? ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്തായിട്ട് ഒരു നൗണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേര് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. താഴെ നോക്കിയ എക്സാമ്പിള്, ദിസ് ഈസ് എ വെൽ മെയിൻറ്റെയിൻഡ് ഹൗസ്. ദിസ് ഈസ് എ വെൽ മെയിൻറ്റെയിൻഡ് ഹൗസ്. ഇവിടെ നോക്കിയാണ്ടേ, ഇവിടെ വെൽ മെയിൻറ്റെയിൻഡ് എന്ന് പറയുന്ന വാക്ക് കണ്ടിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു നൗണാണ്. അതുകൊണ്ട് നമുക്ക് ഈ വെൽ മെയിൻറ്റെയിൻഡ് എന്ന് പറയാം, അഡ്ജക്റ്റീവ് എന്ന് പറയാം. എന്തൊരു അഡ്ജക്റ്റീവ് ആണ്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ഇങ്ങനെ 7 തരം അഡ്ജക്റ്റീവ് ക്ലിയർ ആയോ? ഇപ്പൊ 7 തരം അഡ്ജക്റ്റീവുകളുടെ പേര് മാത്രം ഒന്ന് പറ. ഒന്നാമത്തേത് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ്. രണ്ടാമത്തത് ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. മൂന്നാമത്തത് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. നാലാമത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്. അഞ്ചാമത്തത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ആറാമത്തത് ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഏഴാമത്തത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. ക്ലിയർ ആണല്ലോ? ഇനി അഡ്ജക്റ്റീവ് ഡൗട്ട് വരില്ല, കുഴപ്പമില്ലല്ലോ. കുട്ടികളെ, ഫൈൻഡ് ഔട്ട് അഡ്ജക്റ്റീവ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ നിന്ന് അഡ്ജക്റ്റീവ് കണ്ടെത്തുക എന്നാണ്. അപ്പൊ അഡ്ജക്റ്റീവ് നിങ്ങൾ കണ്ടെത്തി പറയണം. നമ്മളിപ്പോൾ പഠിച്ച ഐഡിയാസ് വെച്ചിട്ട് അഡ്ജക്റ്റീവ്, കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സും വരും, കണ്ടെത്തി പറയണം. ഒന്നാമത്തെ നോക്കിയേ, വിച്ച് ബുക്ക് വിൽ ദേ ഗിവ് യു. വിച്ച് ബുക്ക് വിൽ ദേ ഗിവ് യു. അഡ്ജക്റ്റീവ് ഏതാണ്? നിങ്ങൾ എന്നെ പറഞ്ഞു നോക്ക്. നമുക്ക് ഇതിനകത്ത് വിച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് ബുക്ക് വന്നിരിക്കുന്നു, നൗൺ ആണ്. അപ്പൊ നൗണിന് മുന്നിലെ ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ അതെന്താന്ന്? അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ വിച്ച് ഒരു അഡ്ജക്റ്റീവ് ആണ്. എന്ത് തരം അഡ്ജക്റ്റീവ് ആണ് കുട്ടികളെ? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. നമുക്ക് ചിലപ്പോൾ അഡ്ജക്റ്റീവ് കണ്ടെത്താൻ മാത്രമേ വരുള്ളൂ, പേര് ഇതേപോലെ ചോദിക്കണമെന്നില്ല. രണ്ടാമത്തെ അത് അഡ്ജക്റ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ മതി. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഐ ഹാവ് എ ഫാസ്റ്റ് കാർ. അഡ്ജക്റ്റീവ് ഏതാണ് കുട്ടികളെ? ഐ ഹാവ് എ ഫാസ്റ്റ് കാർ. നോക്ക്, ഫാസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. കാറിന്റെ വിശേഷണമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫാസ്റ്റ് ഏതുതരം വിശേഷണം ഉണ്ട്? ഏതുതരം? നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി. ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈപ്പ്. അടുത്ത് നോക്കിയേ, ഐ ഹാവ് 20 rupees in my wallet. I have 20 rupees in my wallet. നോക്ക്, അവിടെ 20 എന്ന് പറയുന്ന സംഖ്യ വന്നിരിക്കും. തൊട്ടടുത്തായിട്ട് റുപ്പീസ് എന്ന് പറയുന്ന വാക്ക്. റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആണ്, പൈസ അല്ലേ? അപ്പൊ നോക്കുക, അപ്പൊ 20 നമുക്ക് എന്തെന്ന് പറയാം? അതൊരു അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ദി ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവ്. ഇനി നോക്കിയേ, വാലറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പേഴ്സ്. അതിന്റെ മുന്നിൽ എന്ത് വന്നിരിക്കുന്നു? മൈ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു. മൈ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പം മൈയും എന്ത് ചെയ്യുന്നു? 20 അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ 20 എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് അഡ്ജക്റ്റീവ്? ക്വാണ്ടിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവും. മൈ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. പൊസസീവ് അഡ്ജക്റ്റീവ്. അപ്പൊ രണ്ട് അഡ്ജക്റ്റീവ് അതിനകത്ത് ഉണ്ടായിരുന്നു. 20യും മൈയും അഡ്ജക്റ്റീവ് ആയിട്ട് വന്നു. ഓക്കെ, അടുത്ത നോക്കിയേ, ഹൂസ് പെൻ വിൽ ദേ ബ്രിങ് ടു യു. ഹൂസ് പെൻ വിൽ ദേ ബ്രിങ് ടു യു. നോക്കുക, അവിടെ ഹൂസ് എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു. തൊട്ടടുത്തായിട്ട് പെന്ന് വന്നിട്ടുണ്ട്. പെൻ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ക്വസ്റ്റ്യൻ വേർഡിന് മുന്നിൽ ഒരു എന്ത് വന്നിട്ടുണ്ടോ നോക്കുക, ക്വസ്റ്റ്യൻ വേർഡുകൾക്ക് ശേഷം ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ നൗൺ ആണ് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡുകൾ അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. എന്ത് അഡ്ജക്റ്റീവ്? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്. അപ്പൊ ഹൂസ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അടുത്ത് നോക്കിയേ, ദിസ് ബുക്ക് ഈസ് മൈൻ. ദിസ് ബുക്ക് ഈസ് മൈൻ. അവിടെ നോക്കിയേ, അവിടെ ബുക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. അതിന്റെ മുന്നിലായിട്ട് ദിസ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ദിസ് കഴിഞ്ഞിട്ട് ബുക്ക് വന്നിട്ടുണ്ട്. ദിസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. അടുത്ത് നോക്കിയേ, ദോസ് ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. നോക്കുക, അവിടെ ദോസ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഫ്ലവർ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. ഫ്ലവർ ഒരു നൗൺ ആണ്. ദോസ് ചൂണ്ടി പറയുന്ന വാക്ക്, അതുകൊണ്ട് തന്നെ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അതുപോലെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആണ്. ആ ഫ്ലവറിന്റെ വിശേഷണമാണ് അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുളും ദോസും അഡ്ജക്റ്റീവ്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈപ്പ് അഡ്ജക്റ്റീവും ദോസ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, മൈ കാർ ഈസ് പാർക്ക്ഡ് ഔട്ട്സൈഡ്. മൈ കാർ ഈസ് പാർക്ക്ഡ് ഔട്ട്സൈഡ്. നോക്കിയേ, അവിടെ മൈ എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യുന്നു? അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. കാരണം എന്താണ്ടേ, മൈ കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട്
കാർ എന്ന് പറയുന്ന വാക്ക് നൗൺ വന്നിട്ടുണ്ട് ഇല്ലേ? പൊസസീവ് അഡ്ജക്റ്റീവിന് തൊട്ടടുത്ത് കാർ വന്നിരിക്കുന്നതുകൊണ്ട് അതിന് നമുക്ക് അഡ്ജക്റ്റീവ് മൈ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നു. എന്ത് അഡ്ജക്റ്റീവ് ആണ്ടേ? പൊസസീവ് അഡ്ജക്റ്റീവ്. അതൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അടുത്ത് നോക്കിയേ, ഹൂസ് കാർ ഈസ് ദിസ്. നോക്ക്, അവിടെ ഹൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് അതിന്റെ തൊട്ടടുത്ത് നൗൺ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹൂസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. എന്ത് അഡ്ജക്റ്റീവ് ആണ്? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഗേവ് സം ക്യാൻഡി. ഐ ഗേവ് സം ക്യാൻഡി ടു ഹെർ. നോക്ക്, ക്യാൻഡി എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അതിന്റെ മുന്നില് കൃത്യതയില്ലാത്ത വാക്കൊന്നിരിക്കും സം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സം എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. എന്ത് അഡ്ജക്റ്റീവ് ആണ് കുട്ടികളെ? ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഇൻഡെഫിനിറ്റ് അഡ്ജക്റ്റീവ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ദിസ് ഈസ് എ വെൽ മെയിൻറ്റൈൻഡ് ഹൗസ്. നോക്ക്, ഇവിടെ ഹൗസ് എന്ന് പറയുന്ന വാക്കിന് മുന്നില് കോമ്പൗണ്ട് വേർഡ് ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു. എന്ത് തരം അഡ്ജക്റ്റീവ്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. അപ്പൊ അഡ്ജക്റ്റീവ് കിട്ടുമല്ലോ, 7 തരം പല പേരുകൾ. ഓക്കെ, അപ്പൊ നമ്മള് അതിൽ ഒന്നാമത്തെ തരം മാത്രമായിരുന്നു നമുക്ക് അറിയാന്നുള്ളത്. ബാക്കി 6 തരം കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് ആയിരുന്നു. അത് സെന്റൻസിനുള്ളിൽ വന്നാൽ മാത്രമേ ഞാൻ അഡ്ജക്റ്റീവ് ആയിട്ട് പറയാറുള്ളൂ. അല്ല എങ്കിൽ അവയ്ക്ക് വേറെ വേറെ പേരുകളായിരുന്നു. സെന്റൻസ് ആ വാക്കുകൾ ഈ 6 തരം വാക്കുകളും കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്ത് വരണം? അതിന്റെ എക്സാമ്പിൾ കഴിഞ്ഞാൽ നൗണ് വന്നിരിക്കണം. എങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ല. അഡ്ജക്റ്റീവും അഡ്ജക്റ്റീവിന്റെ ക്ലാസിഫിക്കേഷൻസ്. കുട്ടികളെ, അടുത്തതാണ് ആഡ്വർബ് കേട്ടോ. എന്താണ് ഈ ആഡ്വർബ്? ആഡ്വർബ് എങ്ങനെ കണ്ടെത്താം? ആഡ്വർബിന്റെ അതും ആഡ്വർബും കൺഫ്യൂസിങ് ആഡ്വർബ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ആഡ്വർബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ആഡ്വർബ്. വെർബിനെ നമ്മൾ നേരത്തെ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറഞ്ഞ പേരെന്ന് പറഞ്ഞു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് ആഡ്വർബ്. പ്രവൃത്തി എങ്ങനെ നടന്നു? ക്വാളിറ്റി ഓർ എ ക്വാണ്ടിറ്റി ഓഫ് എ വെർബ് ഈസ് നോൺ ആസ് ആഡ്വർബ്. അപ്പൊ ഒരു പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ്വർബുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആഡ്വർബ് കണ്ടെത്താനുള്ള എളുപ്പവഴി പറഞ്ഞാ എൽവയിൽ അവസാനിക്കുന്ന മിക്ക വാക്കുകളും ആഡ്വർബ് ആയിരിക്കും കേട്ടോ. എൽവയിൽ അവസാനിക്കുന്ന മിക്ക വാക്കുകളും ആഡ്വർബ് ആയിരിക്കും. ഞാൻ എല്ലാ വാക്കും എന്ന് പറയില്ല. എൽവയിൽ അവസാനിക്കുന്ന ബഹുഭൂരിഭാഗം വാക്കുകളും ആഡ്വർബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു എളുപ്പവഴി, എൽവയിൽ അവസാനിക്കുന്ന വാക്ക് വന്നല്ലോ തന്നിട്ടാണോ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ആഡ്വർബ് എന്ന് പറയും. ഇനി അത് ഈ എൽവയിൽ അവസാനിച്ച വാക്ക് എങ്ങനെ ആഡ്വർബ് ആണെന്ന് ഉറപ്പിക്കാം, അതും കൂടെ ശ്രദ്ധിച്ചോണേ കുട്ടികളെ. ഈ അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ എൽവയിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്തായിട്ട് മാറും? ആഡ്വർബ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എളുപ്പമായി. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ എൽവയിൽ അവസാനിപ്പിച്ച് അതെല്ലാം എന്തായിട്ട് മാറി? ആഡ്വർബ് ആയിട്ട് മാറി. നോക്ക്, ഹാൻസം എന്ന് പറയുന്ന വാക്ക് എൽവയിലാക്കി എങ്ങനെ പറയാം? ഹാൻസംലി. ആഡ്വർബ് ആണ്. ഹാൻസം അഡ്ജക്റ്റീവ് എൽവൈ ചേർത്ത് പറഞ്ഞപ്പം ഹാൻസംലി ആയി ഇല്ലേ? ക്ലവർ എന്ന് പറയുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആക്കി എന്ത് ചെയ്യുന്നൂടെ? ആഡ്വർബ് ആക്കിയാണ് കൂട്ടുക. ക്ലവർ എന്ന് പറയുന്നതിന് എൽവൈ ചേർത്ത് ക്ലവർലി എന്നായപ്പോഴത്തേക്ക് അത് ആഡ്വർബ് ആയിട്ട് മാറി. അടുത്ത് നോക്കിയേ, ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യും? അതിനെ എൽവയിലാക്കി പറഞ്ഞു നോക്കിയേ, ബ്യൂട്ടിഫുള്ളി. അത് ആഡ്വർബ് ആയിട്ട് മാറി. ഇനി അതുപോലെ അഗ്ലി. നോക്കുക, അഗ്ലി എന്ത് ചെയ്യും? അത് എൽവയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ എൽവൈ മാറ്റി കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് കിട്ടുമോ? ആ എൽവൈ എടുത്തു കളഞ്ഞ അഡ്ജക്റ്റീവ് കിട്ടുമോ? കിട്ടില്ല. അഗ്ലി അതുകൊണ്ട് ആഡ്വർബ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൽവയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കും ആഡ്വർബ് ഒന്നില്ല. നമുക്ക് എൽവയിൽ അവസാനിച്ച വാക്ക് ആഡ്വർബ് ആണെന്ന് ഉറപ്പിക്കാൻ അതിൻ്റെ ആ എൽവൈ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് കിട്ടുമെങ്കിൽ അതിന് ആഡ്വർബ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലാവുമല്ലോ? അപ്പൊ നമുക്ക് ആഡ്വർബ് കണ്ടെത്താനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെ ആഡ്വർബുകൾ എന്ന് പറയാം. അഡ്ജക്റ്റീവുകൾ എൽവയിൽ അവസാനിച്ചാൽ അത് ആഡ്വർബ് ആയിട്ട് മാറുന്നു എന്നുകൂടി പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയേ, എക്സാമ്പിള് സ്വീറ്റ്ലി. ആഡ്വർബിന് എക്സാമ്പിൾ സ്വീറ്റ്ലി, ബ്യൂട്ടിഫുള്ളി, ക്ലവർലി, ബോൾഡ്ലി, കാംലി, കെയർഫുള്ളി, നീറ്റ്ലി. കണ്ട, എല്ലാം എൽവയിൽ അവസാനിച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ നോക്കുക, എൽവൈ എടുത്ത് കളഞ്ഞു, സ്വീറ്റ്ലി എൽവൈ എടുത്ത് കളഞ്ഞാൽ സ്വീറ്റ് എന്ന് കിട്ടി, അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. ബ്യൂട്ടിഫുള്ളിയിൽ എൽവൈ എടുത്ത് കളഞ്ഞാൽ ബ്യൂട്ടിഫുൾ എന്ന് കിട്ടി, അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. ക്ലവർലിയിൽ എൽവൈ എടുത്ത് കളഞ്ഞാൽ ക്ലവർ എന്ന് കിട്ടി, അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. ബോൾഡ്ലിയിൽ എൽവൈ എടുത്ത് കളഞ്ഞാൽ ബോൾഡ് എന്ന് കിട്ടി, അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. കാംലിയിൽ എൽവൈ എടുത്ത് കളഞ്ഞാൽ കാം, എന്ത് ചെയ്യും? സമാധാനം, അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. കെയർഫുള്ളിയിൽ എൽവൈ എടുത്ത് കളഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? കെയർഫുൾ എന്ന് കിട്ടി, അത് അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. അല്ലേ? നീറ്റ്ലിയിൽ എൽവൈ എടുത്ത് കളഞ്ഞാൽ നീറ്റ് എന്ന് കിട്ടി, അത് അഡ്ജക്റ്റീവ് ആയിട്ട് മാറി. മനസ്സിലായ? അപ്പൊ എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെ ആഡ്വർബ് എന്ന് പറയാം.
അഡ്ജക്റ്റീവുകൾ എൽവയിൽ അവസാനിച്ചാൽ അത് ആഡ്വർബ് ആയിട്ട് മാറുന്നു. ഇനി വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ്വർബുകൾ. അടുത്ത് നോക്കിയേ, ചെറിയൊരു കാര്യം കുട്ടികളെ, ഈ അഡ്ജക്റ്റീവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതുപോലെ ആഡ് വെർബ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ആഡ് വെർബ് എന്ന് പറഞ്ഞു, മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പൊ അഡ്ജക്റ്റീവ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. കുട്ടികളെ, ഈ ആഡ് വെർബിന്റെയോ അഡ്ജക്റ്റീവിന്റെയോ മുന്നിൽ വെരി അല്ലെങ്കിൽ സോ എന്ന വാക്ക് വന്നിട്ടുണ്ടോ നോക്കാം. എന്തൊക്കെയാണ്ടേ? വെരി അല്ലെങ്കിൽ സോ എന്ന വാക്ക് വന്നിട്ടുണ്ടോ, ഉണ്ടാവും നോക്കുക. അപ്പൊ അഡ്ജക്റ്റീവിന്റെയോ ആഡ് വെർബിന്റെയോ മുന്നില് വെരി അല്ലെങ്കിൽ സോ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവയെ ആഡ് വെർബായി കരുതുന്നു. അവയെ എന്തായിട്ട് കരുതാം? നമുക്ക് ആഡ് വെർബായി എടുക്കണം. അപ്പൊ അഡ്ജക്റ്റീവിന്റെയോ ആഡ് വെർബിന്റെയോ മുന്നിലായിട്ട് വെരി എന്ന വാക്കോ അല്ലെങ്കിൽ സോ എന്ന വാക്കോ വന്നിട്ടുണ്ടെങ്കിൽ അവയെ എന്തായിട്ട് എടുക്കാം? അവയെയും ആഡ് വെർബായിട്ട് എടുക്കാം. നോക്കിയേ, ഷീ സിങ്സ് വെരി സ്വീറ്റ്ലി. കുട്ടികളെ, നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്ന ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്ലി ആണ്. എൽവയിൽ അവസാനിച്ചുകൊണ്ട് അതിനെ ആഡ് വെർബ് എന്ന് വിളിക്കാം. ഇനി അതിന്റെ മുന്നിൽ കണ്ട വെരി എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു, അതുകൊണ്ട് വെരിയും ആഡ് വെർബാണ്. ഇപ്പൊ ചോദ്യത്തിൽ വരും, ഇതിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ് വെർബ് ഏതാണ്? സ്വീറ്റ്ലി ആഡ് വെർബാണ്, വെരി ആഡ് വെർബാണ്, സ്വീറ്റ്ലിയും വെരിയും ആഡ് വെർബാണ്. ഇതൊന്നുമല്ല, നമ്മൾ ഏത് എഴുതണം? സ്വീറ്റ്ലി ആഡ് വെർബാണ്, വെരി ആഡ് വെർബാണ്. ഇനി നോക്കിയേ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വാക്ക് എന്താണെന്ന് നമുക്കറിയാം, അതൊരു അഡ്ജക്റ്റീവ് ആണെന്നറിയാം, അഡ്ജക്റ്റീവ് ആണെന്നറിയാം. ഇനി അതിന്റെ മുന്നിൽ എന്ത് വന്നിരിക്കുന്നു? വെരി എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കും. വെരി എന്താണ് കുട്ടികളെ? അവിടെ ആഡ് വെർബായിട്ട് മാറി. അപ്പൊ അഡ്ജക്റ്റീവിന്റെയോ ആഡ് വെർബിന്റെയോ മുന്നിൽ വെരി അല്ലെങ്കിൽ സോ എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കണം? ആ വെരിയെയും സോയെയും നമ്മൾ എന്തെന്ന് വിളിക്കണം? ആഡ് വെർബ് എന്ന് തന്നെ അവയെയും വിളിക്കണം. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. ഇനിയേ കൺഫ്യൂസിങ് ആഡ്വേർബ്സ്. കുട്ടികളെ, ഈ ആഡ് വെർബ് നമ്മൾ പറഞ്ഞു എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് എന്ന് പറഞ്ഞു. ഇനി മിക്കതും എൽവയിൽ അവസാനിക്കുന്ന വാക്കുകൾ നമുക്ക് ആഡ് വെർബ് എന്ന് പറയാന്ന് പറഞ്ഞു. ഇനി ചിലത് എൽവയിലൊന്നും അവസാനിക്കില്ല, പക്ഷെ അത് വാക്കുകളായിട്ട് തന്നെ കിടക്കും. എൽവയിലൊന്നും ആയിരിക്കില്ല അവസാനിക്കുന്നത്, പക്ഷെ അവയെ ആഡ് വെർബ് എന്ന് പറയാം. എന്ത് ചെയ്യും? പറയാം. അതാണ് കൺഫ്യൂസിങ് ആഡ് വെർബ്. അപ്പൊ നോക്കിയോണേ, പ്രവൃത്തി എങ്ങനെ നടന്നു അല്ലെങ്കിൽ എവിടെ നടന്നു, എപ്പോൾ നടന്നു എന്നതിന്റെ അർത്ഥത്തില് ആഡ് വെർബുകൾ 5 തരം ആഡ് വെർബുകളുണ്ട്. എത്ര തരം ഉണ്ട് കുട്ടികളെ? 5 തരം ആഡ് വെർബുകളുണ്ട്. നമുക്കിപ്പോൾ ഒരെണ്ണം അറിയാം, ഇതാണ് കൺഫ്യൂസിങ് ആഡ് വെർബ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 തരം ആഡ് വെർബ് ഉണ്ട്. ഒന്നാമത്തതാണ് ആഡ് വെർബ് ഓഫ് മാനർ. പേര് മാത്രം പഠിക്കുക, ആഡ് വെർബ് ഓഫ് മാനർ. രണ്ടാമത്തെ പേരാണ് ആഡ് വെർബ് ഓഫ് പ്ലേസ്, ആഡ് വെർബ് ഓഫ് പ്ലേസ്. മൂന്നാമത്തെ പേരാണ് ആഡ് വെർബ് ഓഫ് ടൈം, ആഡ് വെർബ് ഓഫ് ടൈം. നാലാമത്തെ പേര് ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസി. അഞ്ചാമത്തെ പേര് ആഡ് വെർബ് ഓഫ് ഡിഗ്രി. 5 പേരുകൾ ഏതൊക്കെയാണ് കുട്ടികളൊന്ന് പറഞ്ഞ്? ആഡ് വെർബ് ഓഫ് മാനർ, ആഡ് വെർബ് ഓഫ് പ്ലേസ്, ആഡ് വെർബ് ഓഫ് ടൈം, ആഡ് വെർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ് വെർബ് ഓഫ് ഡിഗ്രി. ഇനി എന്താണ് ഇവ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പേരുകളിൽ നിന്ന് തന്നെ പഠിച്ചു പോവാം, ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. നോക്ക്, ആഡ് വെർബ് ഓഫ് മാനർ. കുട്ടികളെ, ഈ മാനർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അർത്ഥം? കൂട്ടുകാരെ ഒന്ന്, മാനർ എന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ്? കുട്ടികളെ പറഞ്ഞു നോക്കിയേ. രീതി എന്നല്ലേ, അവന്റെ മാനർ ശരിയല്ല. അപ്പൊ നിങ്ങൾ തോന്നുന്നത് എന്റെ മാനറേ ശരിയല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളെ മാനറിസം, രീതികൾ ശരിയല്ല. മാനർ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ തോന്നുന്നു നിങ്ങളെ മാനർ ശരിയല്ല, രീതി എന്നാണ് കേട്ടോ. ഇപ്പൊ പ്രവൃത്തി, അങ്ങനെ മലയാളം മാത്രം പഠിച്ചു നോക്കുക. പ്രവൃത്തി എങ്ങനെ നടന്നു, എങ്ങനെ, ആ മലയാളം വാക്ക് പഠിച്ചു നോക്കുക. പ്രവൃത്തി എങ്ങനെ, നമ്മളെ തന്നിരിക്കുന്ന സെന്റൻസിൽ വെർബിനോട് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. ആ ഉത്തരമായിട്ട് ആ വെർബ് പറയുന്ന വാക്ക് ആഡ് വെർബ് ഓഫ് മാനർ. പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് മാനർ. അപ്പൊ എങ്ങനെ എന്ന വാക്ക് ഓർമ്മയിലിരിക്കുക. ആ വെർബിനോട് ചോദിച്ചു നോക്കിയാൽ, തന്നിരിക്കുന്ന സെന്റൻസിൽ വെർബിനോട് ചോദിക്കുക എങ്ങനെയാണ് വെർബ് അല്ലെങ്കിൽ ആ പ്രവൃത്തി നടന്നത്. അപ്പൊ ആ വെർബ് തന്നെ ഒരു ഉത്തരം പറഞ്ഞു തരും. ആ ഉത്തരം നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ കിടപ്പുണ്ട്. അത് തന്നെയാണ് ആഡ് വെർബ് ഓഫ് മാനർ. പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക്. ക്വിക്ക്ലി, എക്സാമ്പിൾ ക്വിക്ക്ലി, സ്പീഡിലി, കെയർഫുള്ളി, പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നൂടെ, ക്ലവർലി, ബ്യൂട്ടിഫുള്ളി, നൈസ്ലി, ഫ്രീക്വന്റ്ലി, അതേപോലെ നീറ്റ്ലി. ഇതൊക്കെ ആഡ് വെർബ് ഓഫ് മാനർ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് ഞാൻ കണക്ക് അതിവേഗം ചെയ്തു തീർത്തു. നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞു, കണക്ക് വേഗത്തിൽ ചെയ്തു തീർത്തു. അപ്പൊ എങ്ങനെ ചെയ്തു തീർത്തു എന്ന് ചോദിച്ചാൽ വേഗത്തിൽ ചെയ്തു തീർത്തു, സ്പീഡിലി അല്ലെങ്കിൽ ക്വിക്കിലി എന്നവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ എങ്ങനെ വെർബിനോട് ചോദിക്കുക, എങ്ങനെ വെർബ് ചെയ്തു തീർന്നു എന്ന് ചോദിച്ചാൽ പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആഡ് വെർബ് ഓഫ് മാനർ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയാണ്,
ഐ കോംഡ് മൈ ഡോഗ്സ് ഹെയർ കെയർഫുള്ളി. നോക്ക്, ഇവിടെ കോംഡ് എന്ന് പറയുന്നതാണ് വെർബ്. ഈ വെർബിനോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ചീകിയത്, കോംബ് ചെയ്തത്, എങ്ങനെ ചെയ്തോടെ? കെയർഫുൾ ആയിട്ട് ചെയ്തു. ആ വെർബ് പറയുന്ന ഉത്തരം ഏതാണ്? കെയർഫുൾ ആയിട്ടാണ് ചെയ്തത്. അപ്പൊ കെയർഫുള്ളി എന്ന് പറയുന്നത് ആഡ് വെർബാണ്. നിങ്ങൾക്ക് മനസ്സിലായ? എൽവയിൽ അവസാനിക്കുന്ന വാക്കാണ്, അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. അടുത്ത നോക്കിയാണ് ഐ ട്രിംഡ് ദ വൈറ്റ് റോസ് നീറ്റ്ലി. ഇപ്പൊ ട്രിംഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നോടെയാണ് വെർബായിട്ട് വന്ന്. എങ്ങനെ ട്രിം ചെയ്തു, എങ്ങനെ ട്രിം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്തു? വെർബ് എങ്ങനെ പറയും? നീറ്റായിട്ട് ചെയ്തു. നീറ്റ്ലി എന്ന് പറയുന്നത് ആഡ് വെർബാണ്. അപ്പം പ്രവൃത്തി എങ്ങനെ നടന്നു, എങ്ങനെയെന്ന് ചോദിച്ചു നോക്കിയേ. വെർബിനോട് ചോദിച്ചാൽ ഒരു ഉത്തരം വെർബ് തന്നെ ആ സെന്റൻസിൽ തരും. അതിനാണ് വെർബ് അല്ലെങ്കിൽ ആഡ് വെർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്താണ് ആഡ് വെർബ് ഓഫ് പ്ലേസ്. അപ്പൊ നോക്കിയേ, പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സ്ഥലം. പ്രവൃത്തി എവിടെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. എവിടെ, എവിടെ. അപ്പൊ നമ്മൾ അതിന്റെ മലയാളം ഓർത്ത് നോക്കാം. സ്ഥലമാകുമ്പോൾ എവിടെ എന്നല്ലേ ചോദിക്കുന്നത്? എവിടെ. പ്രവൃത്തി എവിടെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നടന്നു, അവിടെ നടന്നു, മുകളിലാണ് നടന്നത്, താഴെയാണ് നടന്നത് എന്നൊക്കെ പറയില്ലേ? അകത്താണ്, റൂമിനകത്താണ് നടന്നത്, റൂമിന്റെ പുറത്താണ്. നോക്കി എക്സാമ്പിള്, ഹിയർ, ദെയർ, അപ്പ്, ഡൗൺ. ഹിയർ ഇവിടെ, അവിടെ, അപ്പ്, ഡൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എവരിവെയർ, എനിവെയർ, ബിലോ, എക്സെട്ര. ഇതെല്ലാം ആഡ് വെർബ് ഓഫ് പ്ലേസ്. ഇപ്പൊ സ്ഥലങ്ങൾ, ഇതൊക്കെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന, എവിടെ എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ ഹിയർ, ദെയർ, അപ്പ്, ഡൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എവരിവെയർ, അതുപോലെ എനിവെയർ, ബിലോ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആഡ് വെർബ് ഓഫ് പ്ലേസ്. അല്ലേ? ഞാൻ എൻ്റെ വാഹനം ഗേറ്റിന്റെ പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എവിടെ പാർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ ഗേറ്റിന് പുറത്ത്. എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന വാക്കുകൾ. അപ്പൊ വെർബിനോട് എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് മാനർ. മറക്കൂലല്ലോ? എക്സാമ്പിൾ നോക്കിയേ, ഇറ്റ് ഈസ് ടൈം ഫോർ ലഞ്ച്, സോ ഗോ ഇൻസൈഡ്. ഇറ്റ് ഈസ് ടൈം ഫോർ ലഞ്ച്, സോ ഗോ ഇൻസൈഡ്. നോക്കൂ കുട്ടികളെ, ഗോ എന്ന് പറയുന്ന വെർബ്. അപ്പൊ ഗോയോട് ചോദിക്കും എങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. എങ്ങോട്ട് പോകാനാണ്? ഇൻസൈഡ്. എവിടോട്ട് പോകാൻ, എവിടെ പോകാൻ പറഞ്ഞു. എവിടെ പോകാൻ പറഞ്ഞൂടെ? ഇൻസൈഡ്, അകത്തേക്ക്. ഇൻസൈഡ് എന്ന് പറയുന്നത് ആഡ് വെർബ്. ഇൻസൈഡ് ആഡ് വെർബ്. പ്രവൃത്തി എവിടെ നടക്കുന്നു? അകത്തേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ, യു ക്യാൻ പാർക്ക് എനിവെയർ. നിനക്ക് എവിടെ വേണോ പാർക്ക് ചെയ്യാം. അപ്പൊ ക്യാൻ പാർക്ക്, എവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു? എനിവെയർ, എവിടെ വേണോ. അപ്പൊ എനിവെയർ എന്ന് പറയുന്നത് ആഡ് വെർബാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രവൃത്തി എവിടെ നടന്നു അല്ലെങ്കിൽ എവിടെ നടക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് പ്ലേസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിയർ, ദെയർ, അപ്പ്, ഡൗൺ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, എവരിവെയർ, എനിവെയർ, ബിലോ. ഇതൊക്കെ ആഡ് വെർബ് ഓഫ് പ്ലേസിന് എക്സാമ്പിൾ ആണ്. അടുത്ത മൂന്നാമത്തെയാണ് ആഡ് വെർബ് ഓഫ് ടൈം. അതേപോലെ പറഞ്ഞു നോക്കിയേ, ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? സമയം. പ്രവൃത്തി എപ്പോൾ നടന്നു, എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക്. ആ മലയാളം മാത്രം പഠിച്ചാൽ മതി. എപ്പോൾ നടന്നു. അപ്പൊ പ്രവൃത്തിയോട് നമ്മൾ എപ്പോഴാണ് ആ പ്രവൃത്തി നടന്നത്? ഇന്നലെയാണ് നടന്നത്, ഇന്നാണ് നടന്നത്, എന്ത് ചെയ്യുന്നൂടെ? ഇന്ന് ഉച്ചയ്ക്കാണ് നടന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതിനാണ് പ്രവൃത്തി എപ്പോൾ നടന്നു. അപ്പൊ പ്രവൃത്തി എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് ടൈം. എക്സാമ്പിൾ നോക്കിയേ, നൗ, ദെന്, സൂണ്, ബിഫോർ, ആഫ്റ്റർ, എയർലി, ഓൾറെഡി, റീസെന്റ്ലി, ടുഡേ, ടുമോറോ, ലേറ്റർ, ലേറ്റ്ലി. ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി. അപ്പൊ നോക്കിയേ, ഒന്നും കൂടെ പറഞ്ഞേ, നൗ, ദെന്, അതുപോലെ മറ്റേ സമയങ്ങളല്ല കേട്ടോ. 12 മണിക്കാണ് നടന്നത്, 1 മണിക്കാണ്, അത് വേണ്ട. ഇത്തരത്തിലുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? നൗ, ദെന്, അതുപോലെ സൂണ്, ദെയർഫോർ, ആഫ്റ്റർ, ഏർലി, ഓൾറെഡി, റീസെന്റ്ലി, ടുഡേ, ടുമോറോ, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ലേറ്റർ, ലേറ്റ്ലി. ഈ വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നു. പ്രവൃത്തി എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഓക്കെ, നോക്കിയേ, ദ ന്യൂസ് പേപ്പർ അറൈവ്സ് ഏർലിയർ. നോക്കുക, അറൈവ് എന്ന വെർബ് എപ്പോൾ എത്തിച്ചേർന്നു, ഏർലിയർ നേരത്തെ എത്തിച്ചേർന്നു, അത് ആഡ് വെർബാണ്. അടുത്ത് നോക്കിയേ, ഐ വിൽ ഫിനിഷ് മൈ പ്രൊജക്ട് ടുമോറോ. ഗോ, നോക്കിയേ, ഫിനിഷ് ചെയ്യുക, എപ്പോൾ ഫിനിഷ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എപ്പോൾ? ടുമോറോ, നാളെ. ടുമോറോ എന്ന് പറയുന്നത് ആഡ് വെർബാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ പ്രവൃത്തി എപ്പോൾ നടക്കും അല്ലെങ്കിൽ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ് വെർബ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ആഡ് വെർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക്
ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞ പ്രവൃത്തി എവിടെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആഡ്വർബ് ഓഫ് ടൈം എന്ന് പറഞ്ഞ പ്രവൃത്തി എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക്. അടുത്താണ് നാലാമത്തെ തരമാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ മീനിങ്? ഫ്രീക്വന്റ് ആയിട്ട്, ഇടവിട്ട്. അപ്പൊ നമുക്ക് പ്രവൃത്തി എത്ര തവണ നടന്നു എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി എത്ര തവണ, പ്രവൃത്തി എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു? പ്രവൃത്തി എത്ര തവണ നടന്നു, ഫ്രീക്വന്റ് ആയിട്ട്, ഇടവിട്ട് എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നോക്കിയ എക്സാമ്പിൾ: ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, വൺസ്, ട്വൈസ്, ത്രൈസ്, ട്വൈസ് ഉണ്ട്, ട്വൈസ്, ത്രൈസ്, അതുപോലെ ഡെയിലി, വീക്കിലി, മന്ത്ലി, അതുപോലെ ഇയർലി, ഇതെല്ലാം ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. എല്ലായ്പ്പോഴും, വല്ലപ്പോഴും, യൂഷ്വലായിട്ട്, ഒരു തവണ, രണ്ട് തവണ, മൂന്ന് തവണ, ഡെയിലി, അതുപോലെ വീക്കിലി ആയിട്ട്, മന്ത്ലി ആയിട്ട്, ഇയർ ബേസിൽ. ഇപ്പൊ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക്. അപ്പൊ വെർബിനോട് ചോദിച്ചാൽ എത്ര തവണയാണ് വെർബ് അല്ലെങ്കിൽ ആ പ്രവൃത്തി നടന്നത്, ആ വെർബ് ഒരു ഉത്തരം പറയുന്നത് ആ സെന്റൻസിൽ കാണും. അത് തന്നെയാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയെടുത്ത് നോക്കിയേ. ഹി ഓൾവേസ് സ്ലീപ്സ് ഇൻ ദി മോർണിംഗ്. നോക്ക്, സ്ലീപ്സ് ചെയ്യുന്നു എത്ര തവണയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ്, എല്ലായ്പ്പോഴും. ഓൾവേസ് അവിടെ ആഡ്വർബ് ആണ്. അടുത്ത് നോക്കിയേ. അവർ ഫാദർ യൂഷ്വലി takes us out for dinner. നോക്ക്, ടേക്സ് എത്ര തവണ കൊണ്ടുപോകും ചോദിച്ചു കഴിഞ്ഞാൽ എത്ര തവണയുണ്ട്? യൂഷ്വലി, പതിവായിട്ട്. അപ്പൊ യൂഷ്വലി എന്ന് പറയുന്നത് ആഡ്വർബ് ഓഫ് എന്ത് ചെയ്യുന്നൂടെ? ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പൊ ഫ്രീക്വൻസി എത്ര തവണ നടന്നു. അല്ലെങ്കിൽ ഐ ബ്രഷ്ഡ് ട്വൈസ് ഇൻ എ ഡേ. ട്വൈസ്, ബ്രഷ്ഡ് ട്വൈസ് ഇൻ എ ഡേ. ട്വൈസ്, ഐ ബ്രഷസ് ട്വൈസ്, അല്ലെങ്കിൽ ഐ ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ. ബ്രഷ് ട്വൈസ് ഇൻ എ ഡേ. എന്ത് ചെയ്യുന്നുണ്ടോ? ഒരു ദിവസത്തിൽ 2 തവണ പല്ല് തേക്കും. എത്ര തവണ? ട്വൈസ്. അപ്പൊ ട്വൈസ് എന്ന് പറയുന്നത് ആഡ്വർബ് ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? എത്ര തവണ, പ്രവൃത്തി എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ്വർബ് ഓഫ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഏതൊക്കെ എക്സാമ്പിൾ? ഓൾവേസ്, ഓഫൺ, യൂഷ്വലി, വൺസ്, ട്വൈസ്, അതുപോലെ ത്രൈസ്, ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി. എക്സാമ്പിൾസ് ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് വൺ ആണ് ആഡ്വർബ് ഓഫ് ഡിഗ്രി. കുട്ടികളെ, ഡിഗ്രി എന്ന് പറയുന്നതിന്റെ അർത്ഥം പറ. നമ്മളിപ്പോ ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്നാ? തോതെന്നാണ് അർത്ഥം കേട്ടോ. തോത്, ഡിഗ്രി സെൽഷ്യസ്, തോത്. അപ്പൊ തോത് എന്ന അർത്ഥത്തിൽ എടുക്കണം. അപ്പൊ തോതെന്ന് പറഞ്ഞാൽ അളവ്, എത്രത്തോളം എന്നർത്ഥത്തിൽ കേട്ടാ. എത്രത്തോളം, അതിന്റെ മലയാളം പഠിക്കുക. എത്രത്തോളം, എത്രത്തോളം, പ്രവൃത്തി എത്രത്തോളം നടന്നു, എത്രത്തോളം. അപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അളവല്ലേ, എത്രത്തോളം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആഡ്വർബ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത്. നോക്കിയേ. അപ്പൊ ഫുള്ളി, ഫുള്ളായിട്ട് നടന്നു. എക്സ്ട്രീംലി, എൻറ്റയർലി, ആൾമോസ്റ്റ്, ടോട്ടലി, കംപ്ലീറ്റ്ലി, ടു, വെരി, ഈ വാക്കുകളെല്ലാം. അതുപോലെ സോ, ഈ വാക്കുകളെല്ലാം എന്താണ്ട് ആഡ്വർബ് ഓഫ് ഏതാണെന്ന് പറയാം? ഡിഗ്രി എന്ന് പറയാം. പ്രവൃത്തി എത്ര, ഫുള്ളായിട്ട്. നമ്മളിപ്പം ഒരു ബിരിയാണി കഴിക്കുന്നു, ഫുള്ളായിട്ട്, ഫുള്ളി ഞാനത് തിന്നു എന്ന് പറഞ്ഞാൽ അവിടെ എത്രത്തോളമാണ് നടന്നത്? മൊത്തവും. എക്സ്ട്രീംലി, അതേപോലെ ആൾമോസ്റ്റ്, ടോട്ടലി. ഒരു ജോലി ചെയ്തു, ഞാൻ ടോട്ടലി ആ ജോലി കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു, ടോട്ടലായിട്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ വാക്കുകളാണ് ആഡ്വർബ് ഓഫ് ഡിഗ്രി. ഏതൊക്കെ വാക്കുകള്? ഫുള്ളി, എക്സ്ട്രീംലി, എൻറ്റയർലി, ആൾമോസ്റ്റ്, ടോട്ടലി, കംപ്ലീറ്റ്ലി, ടു, അതുപോലെ വെരി, സോ. ഈ വാക്കുകളെല്ലാം എന്തിന് എക്സാമ്പിൾ? ആഡ്വർബ് ഓഫ് ഡിഗ്രി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? പ്രവൃത്തി എത്രത്തോളം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ആഡ്വർബ് ഓഫ് ഡിഗ്രി. അങ്ങനെ തന്നെ മലയാളം പഠിച്ചു ചോദിക്കുക. മലയാളം മാത്രം മതി അതിന്റെ. എക്സാമ്പിൾ നോക്കിയേ. ദേ ഫിനിഷ്ഡ്, ദേ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ദ വർക്ക്. നോക്കുക, ഫിനിഷ്ഡ് എത്രത്തോളം ഫിനിഷ് ചെയ്തു? ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. അവിടെ എത്രത്തോളം ചോദിച്ചപ്പോൾ ആൾമോസ്റ്റ് എന്ന വാക്ക് ഉത്തരമായിട്ട് വന്നു. അത് ആഡ്വർബ് ഓഫ് ഡിഗ്രിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ കുട്ടികളെ? ഇപ്പൊ ആഡ്വർബ് എന്താണെന്ന് പറഞ്ഞൂടെ? അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ആഡ്വർബ്. ഇപ്പൊ എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം ആഡ്വർബ് ആയിട്ട് വരുന്നു.
ഇനി എല്ലാ എൽവയിൽ അവസാനിക്കുന്ന വാക്കും ആഡ്വർബ് ആണോ? ഇല്ല. അഡ്ജക്റ്റീവുകൾ എൽവയിൽ അവസാനിച്ചാൽ അത് ആഡ്വർബ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ എൽവയിൽ അവസാനിച്ച വാക്ക് ആഡ്വർബ് ആണെന്ന് എങ്ങനെ കണ്ടെത്താം? ആ എൽവൈ എടുത്ത് മാറ്റിയാൽ ഒരു അഡ്ജക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ്വർബ് ആയിട്ട് എഴുതാം. ഇനി സോ അല്ലെങ്കിൽ വെരി, സോ അല്ലെങ്കിൽ വെരി ആഡ്വർബ് ആയിട്ട് ഉപയോഗിക്കാം. അഡ്ജക്റ്റീവിന്റെയോ ആഡ്വർബിന്റെയോ മുന്നിൽ സോ അല്ലെങ്കിൽ വെരി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ്വർബ് ആയിട്ട് എടുക്കാം. ആഡ്വർബുകൾ എത്ര തരം? 5 തരം ആഡ്വർബ് ഉണ്ട്. ഒന്നാമത്തെ ആഡ്വർബ് ഓഫ് മാനർ, രണ്ടാമത്തത് ആഡ്വർബ് ഓഫ് ഡിഗ്രി, മൂന്നാമത്തത് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, നാലാമത്തെ ആഡ്വർബ് ഓഫ് പ്ലേസ്, അഞ്ചാമത്തെ ആഡ്വർബ് ഓഫ് ടൈം. അപ്പം ആഡ്വർബ് ഓഫ് മാനർ എന്ന് പറഞ്ഞാൽ മലയാളം മാത്രം നോക്കുക. പ്രവൃത്തി എങ്ങനെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആഡ്വർബ് ഓഫ് മാനർ. പ്രവൃത്തി എപ്പോൾ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആഡ്വർബ് ഓഫ് ടൈം. പ്രവൃത്തി എവിടെ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആഡ്വർബ് ഓഫ് പ്ലേസ്. പ്രവൃത്തി എത്ര തവണ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. പ്രവൃത്തി എത്രത്തോളം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആഡ്വർബ് ഓഫ് ഡിഗ്രി. വളരെ എളുപ്പമല്ലേ കുട്ടികളെ? ഒരു പാടുമില്ലാത്ത ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആഡ്വർബ്സ് എന്ന ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. സംഗതി എല്ലാം എളുപ്പമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി, ഉത്തരം നമുക്ക് നന്നായിട്ട് കിട്ടും. കുട്ടികളെ, അടുത്ത ഭാഗമാണ് കൺജങ്ഷൻസ്. സെന്റൻസിൽ കൺജങ്ഷൻസ് എന്താണ്? കുട്ടികളെ, കൺജങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? കണക്റ്റിംഗ് വേർഡാണ് കൺജങ്ഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. കണക്റ്റിംഗ് വേർഡ്, അതായത് സെന്റൻസുകളെയോ വാക്കുകളെയോ പരസ്പരം യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻസ്. സെന്റൻസുകളെയോ വാക്കുകളെയോ പരസ്പരം യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേര് കൺജങ്ഷൻസ്. എക്സാമ്പിൾ നോക്കിയേ. ബട്ട് ഒരു കൺജങ്ഷൻ ആണ്. അതുപോലെ ഓർ ഒരു കൺജങ്ഷൻ ആണ്. therefore ഒരു കൺജങ്ഷൻ ആണ്. ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്. ആൻഡ് ഒരു കൺജങ്ഷൻ ആണ്. നെയ്തർ നോർ, എയ്തർ ഓർ, ഓൾദോ ഒരു കൺജങ്ഷൻ ആണ്. ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. അപ്പൊ സെന്റൻസുകളെയോ വാക്കുകളെയോ പരസ്പരം യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. കൺജങ്ഷൻ നമ്മൾ പ്രത്യേക ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കും. കൺജങ്ഷൻ ഇപ്പൊ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഇത് കൺജങ്ഷൻ ആണ്, ഐഡന്റിഫിക്കേഷൻ മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നമ്മൾ കൺജങ്ഷൻ ടോപ്പിക്കായിട്ട് പഠിക്കും. കൺജങ്ഷൻ 3 തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ഒന്ന് കൺജങ്ഷന്റെ അർത്ഥം നോക്കി എഴുതുന്നത്, രണ്ടാമത്തത് കൺജങ്ഷൻസ് വെച്ച് ഫില്ലപ്പ് ചെയ്യുന്നത്, മൂന്നാമത്തെ കൺജങ്ഷൻസിൽ വെച്ചിട്ട് എഴുതുന്ന സെൻറ്റൻസുകളെ തെറ്റ് കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. കൺജങ്ഷൻ ടോപ്പിക്കായിട്ട് പഠിക്കണം. അത് ഓരോരോ കൺജങ്ഷൻ എടുത്ത് വെച്ച് നമ്മൾ പഠിക്കും. അപ്പൊ ഇവിടെ കൺജങ്ഷൻ കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. അപ്പൊ കൺജങ്ഷൻ എന്തെന്ന് പറഞ്ഞു? വാക്കുകളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. ഏതൊക്കെ? ബട്ട്, ഓർ, therefore, ബിക്കോസ്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ആൻഡ്, നെയ്തർ നോർ, എയ്തർ ഓർ, ഓൾദോ, അതുപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ, ടു ഒക്കെ, സോ ദാറ്റ് എല്ലാം കൺജങ്ഷൻ ആണ്. ഇതിനൊക്കെ നമുക്ക് എന്താ പറയാം? കൺജങ്ഷൻ എന്ന് പറയാം. കുട്ടികളെ, കൺജങ്ഷൻസിന് ടൈപ്പ്, ഈ കൺജങ്ഷൻസിന് അല്ലെങ്കിൽ വാക്കുകളെയും സെന്റൻസുകളെയും യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻ. ഇവയെ 3ആയിട്ട് തരംതിരിക്കാം. കൺജങ്ഷനെ എത്രയായിട്ട് തിരിക്കാം? 3ആയിട്ട് തിരിക്കാം. പേര് പഠിക്കുക. ഒന്നാമത്തെ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഒന്നാമത്തെ കൺജങ്ഷന്റെ പേര് ഏതാണ്ടേ? കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. പേര് മാത്രം പഠിച്ചാൽ മതി, എക്സാമ്പിളും പഠിച്ചാൽ മതി. കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. രണ്ടാമത്തെ കോറിലേറ്റീവ് കൺജങ്ഷൻ. മൂന്നാമത്തത് സബോർഡിനേറ്റ് കൺജങ്ഷൻ. അപ്പൊ കൺജങ്ഷന്റെ 3 തരം പേരുകൾ ഏതൊക്കെ ഉണ്ടായി? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ, സബോർഡിനേറ്റ് കൺജങ്ഷൻ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഒന്നും കൂടെ പറ. കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇനി എന്താണ് ഇവ, ഏതൊക്കെയാണ് ഇവ എന്നാണ് പഠിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെയാണ് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കുട്ടികളെ, ഈ കോഓർഡിനേറ്റ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം പറ. ആ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കില്ല. കോർഡിനേറ്റ് ചെയ്യാൻ ചേർക്കുക എന്നല്ലേ? ചേർക്കുക. പരിപാടി ഞാൻ കോർഡിനേറ്റ് ചെയ്തു, ചേർത്തു. അല്ലെങ്കിൽ സംഘടിപ്പിച്ചു, സംഘടിപ്പിക്കുക, ചേർക്കുക. പൂർണ്ണ അർത്ഥമുള്ള വാക്കുകളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കോർഡിനേറ്റ് കൺജങ്ഷൻ. നമ്മളെ കൈൻഡ്സ് ഓഫ് സെന്റൻസ് പഠിച്ച ഓർമ്മയുണ്ടോ? അതിനകത്ത് ഫാൻ ബോയ്സ് പഠിച്ച ഓർമ്മയുണ്ടോ? ഫാൻ ബോയ്സിൽ വരുന്ന വാക്കുകളെല്ലാം കോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. പഠിക്കാൻ എളുപ്പമാണ്. പൂർണ്ണ അർത്ഥമുള്ള വാക്കുകളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഏതാണ്ടേ? ആൻഡ്, ബട്ട്, ഓർ, ഫോർ, therefore, ഓൾസോ, സോ, യെറ്റ്. എന്ത് ചെയ്യുന്നൂടെ? എറ്റാണ് കേട്ടാ. ഇതാണ് യെറ്റ്.
ഗെറ്റ് അല്ല എറ്റ്. ഏതൊക്കെ വാക്കുകളുണ്ടേ? ആൻഡ്, ബട്ട്, ഓർ, ദെയർഫോർ, അതുപോലെ ഫോർ, ഓൾസോ, സോ, യെറ്റ്, ഇവയെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാവ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. ഐ ഹാവ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വരുന്നത് പിക്ക് ഔട്ട് ദ കൺജങ്ഷൻ ഫ്രം ദ സെന്റൻസ്. ഇവിടെ ആൻഡ് കൺജങ്ഷൻ ആണ്. ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡ് ചോദ്യം എന്താ? വിച്ച് ടൈപ്പ് ഓഫ് കൺജങ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ ദിസ് സെന്റൻസ്? ഏത് പറയുക? ആൻഡ് ആണ് കൺജങ്ഷൻ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ, ഇനി അതേപോലെ നോക്കിയേ. മൈ ഫാദർ വിൽ കം ഓൺ മൺഡേ ഓർ ട്യൂസ്ഡേ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺജങ്ഷൻ ഏതാണ് കൂട്ടരെ? ഓർ. ഓർ എന്ന് പറയുന്നത് കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകളെയോ 2 വെർബിനെയോ അല്ലെങ്കിൽ നൗണുകളെയോ ഒക്കെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാ? ആൻഡ്, ബട്ട്, ഓർ, ദെയർഫോർ, ഫോർ, ഓൾസോ, സോ, യെറ്റ്, ഇവയെല്ലാം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിന് എക്സാമ്പിൾ ആണ്. അടുത്താണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. കുട്ടികളെ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നല്ലേ അർത്ഥം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇപ്പൊ എൻ്റെ വീടിന്റെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നൂടെ? അച്ഛൻ്റെ സഹോദരിയുടെ വീട്. അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നൂടെ? അച്ഛൻ്റെ അടുത്ത സഹോദരിയുടെ വീട്. അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യും? മറ്റൊരു മാമന്റെ വീട്. ഇങ്ങനെ 3-4 വീട് കിടക്കുന്നു. ബന്ധുക്കൾ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുകയില്ലേ? അപ്പൊ നമ്മൾ ബന്ധങ്ങളല്ലേ അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ യോജിച്ച് കിടക്കുകയില്ലേ? ഇപ്പൊ ബന്ധങ്ങൾ പോലെ ആയിരിക്കും അപ്പുറം ഇപ്പുറമായിട്ട് ആൾക്കാർ കിടക്കുന്നു. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർത്ത് വരുന്ന കൺജങ്ഷൻ ഇങ്ങനെ കുത്തിട്ട് വരുന്നു. ബന്ധങ്ങൾ എപ്പോഴും കുത്തിട്ടല്ലേ യോജിപ്പിക്കേണ്ടത്? മാമനുമായിട്ട് ഇങ്ങോട്ട്, അല്ലെങ്കിൽ സഹോദരനുമായിട്ട് അങ്ങോട്ട്, അല്ലെങ്കിൽ സഹോദരിയായിട്ട് അങ്ങോട്ട് എന്നൊക്കെ പറയാൻ വേണ്ടി വരുന്നു. റിലേഷൻസ് പോലെ ബന്ധങ്ങൾ കുത്തിട്ട് വരുന്ന കൺജങ്ഷൻ. 2 വാക്കുകൾ ചേർന്ന് വരുന്ന കൺജങ്ഷൻസ് അങ്ങനെ പഠിച്ചാലും മതി. 2 വാക്കുകൾ ചേർത്ത് പറയുന്ന കൺജങ്ഷൻസ് ഇങ്ങനെ പറയില്ലേ? എയ്തർ ഓർ, നെയ്തർ നോർ. ബന്ധുക്കളാണ് നോക്കുക, കുത്തിട്ട് വരുന്ന കൺജങ്ഷൻസ്. ഓക്കെ, 2 വാക്കുകൾ ചേർത്ത് വരുന്ന കൺജങ്ഷൻ ഏതൊക്കെ ഉണ്ട്? എയ്തർ ഓർ, നെയ്തർ നോർ, വെദർ ഓർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതേപോലെ ബന്ധങ്ങളായതുകൊണ്ട് കുത്തിട്ട് പറയുന്നു എന്ന് ഓർമ്മയിലിരുന്നാൽ മതി. എന്തേ? അപ്പൊ കോറിലേറ്റീവ് കൺജങ്ഷൻസ് 2 വാക്കുകൾ ചേർന്ന് വരുന്ന കൺജങ്ഷൻസ് ഏതൊക്കെയുണ്ട്? എയ്തർ ഓർ, നെയ്തർ നോർ, വെദർ ഓർ, ബോത്ത് ആൻഡ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കോറിലേറ്റീവ് കൺജങ്ഷൻ. ഇത് നമ്മൾ ടോപ്പിക്കായിട്ട് പഠിക്കണം. കോറിലേറ്റീവ്സ് എയ്തർ ഓർ എങ്ങനെ ചേർക്കാം, നെതർ എന്ത് ചെയ്യുന്നൂടെ? നെയ്തർ നോർ എങ്ങനെ ചേർക്കാം, വെദർ ഓർ എങ്ങനെ ചേർക്കാം, ബോത്ത് ആൻഡ് എങ്ങനെ ചേർക്കാം, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ എങ്ങനെ ചേർക്കാം, സെന്റൻസുകൾ എങ്ങനെ ചേർക്കാം, സെന്റൻസുകൾ എങ്ങനെ ഉത്തരമായിട്ട് എഴുതാം, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, 1 മാർക്കിന്റെ ചോദ്യം പറഞ്ഞ എന്താണ്? എയ്തർ വരുന്ന ഒരു ചോദ്യങ്ങളിൽ മറുഭാഗത്ത് ഒരു ഡാഷ് വന്നു കഴിഞ്ഞാൽ ഓർ ചേർക്കണം. നെയ്തർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് നോർ വന്നിരിക്കണം. വെദർ വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേരുന്ന വാക്കാണ് ഓർ, വെദർ ഓർ ചേർക്കണം. ബോത്ത് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ആൻഡ് വന്നിരിക്കണം. നോട്ട് ഓൺലി വരുന്ന സെൻസിൽ മറുഭാഗത്ത് ബട്ട് ഓൾസോ വരണം. എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കോമ്പിനേഷൻ വേർഡുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന വാക്കുകളാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ്. എക്സാമ്പിൾ നോക്കിയേ. ഐ വിൽ എയ്തർ റൈറ്റ് എ പോയം ഓർ എ സ്റ്റോറി. എയ്തർ റൈറ്റ് എ പോയം ഓർ സ്റ്റോറി. കണ്ട, എയ്തർ ഓർ വന്നിരിക്കുന്നതുകൊണ്ട് അതെന്തെന്ന് പറയാം? കോറിലേറ്റീവ് കൺജങ്ഷൻ. അതൊരു കൺജങ്ഷൻ ആണ്. ഏത് തരം എന്ന് ചോദിച്ചാൽ കോറിലേറ്റീവ് ആണ്. അടുത്ത് നോക്കിയേ. ഹി വിസിറ്റഡ് നോട്ട് ഓൺലി ദുബായ് ബട്ട് ഓൾസോ ഓസ്ട്രേലിയ. നോക്ക്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അതെന്താണ്ടേ? കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഇപ്പൊ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുത്തിട്ട് വരുന്ന കൺജങ്ഷൻ, 2 വാക്കുകൾ ചേർത്ത് പറയുന്ന കൺജങ്ഷൻസ്. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, സോ ദാറ്റ്, ബോത്ത് ആൻഡ്, വെദർ ഓർ. ഇതൊക്കെ കോറിലേറ്റീവ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്താണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ. കുട്ടികളെ, സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമില്ലാത്ത സെന്റൻസുകളെയോ വാക്കുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മളെ കോമ്പൗണ്ട് സെന്റൻസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് സെന്റൻസിലെ കോംപ്ലക്സ് സെന്റൻസിന് ഒരു കോഡ് പഠിച്ചു ഓർമ്മ. ശബരി, യൂറ്റി, ഓണ്, അതിനകത്ത് പറഞ്ഞ വാക്കുകളല്ല. അർത്ഥപൂർണ്ണത ഇല്ലാത്ത സെന്റൻസുകളെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഏതൊക്കെയുണ്ട്? അസ്, ഓൾദോ, അസൂണസ്, ആസ് ഇഫ്, as long as, അതുപോലെ വൈല്, ബിക്കോസ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സബോർഡിനേറ്റ് കൺജങ്ഷൻ. ഏതൊക്കെയാണ്? അസ്, ഓൾദോ, അസൂണസ്, ആസ് ഇഫ്, as long as, അതുപോലെ വൈൽ, ബിക്കോസ്. ഇതെല്ലാം സബോർഡിനേറ്റ് കൺജങ്ഷൻസ്. അർത്ഥപൂർണത ഇല്ലാത്ത സെന്റൻസുകളെ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്
കോറിലേറ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കൺജങ്ഷൻ. ഇഫ് അൺലെസ് ഒക്കെ സബോർഡിനേറ്റ് കൺജങ്ഷൻസിന് എക്സാമ്പിൾ ആണ്. ദാറ്റ് സബോർഡിനേറ്റ് കൺജങ്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നോക്കിയേ. അപ്പൊ ലെറ്റസ് ബി ഓണസ്റ്റ് as long as ലൈഫ് ലാസ്റ്റ്. നോക്ക്, as long as, അവിടെ as long as എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. ഏത്? സബോർഡിനേറ്റ് കൺജങ്ഷൻ. അടുത്ത് നോക്കിയേ. അപ്പൊ അതാണ് കൺജങ്ഷൻസ്. അപ്പൊ കൺജങ്ഷൻ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? കൺജങ്ഷൻസ് വാക്കുകളെയോ സെന്റൻസുകളെയോ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് മൂന്നായിട്ട് തിരിക്കാം: കോർഡിനേറ്റ് കൺജങ്ഷൻ, കോറിലേറ്റീവ് കൺജങ്ഷൻ, സബോർഡിനേറ്റ് കൺജങ്ഷൻ. കോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകളെയോ വാക്കുകളെയോ യോജിപ്പിക്കുന്നതാണ് കോർഡിനേറ്റ് കൺജങ്ഷൻ. ആൻഡ്, ബട്ട്, ഓറൊക്കെ കോർഡിനേറ്റ് ആണ്. കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ചേർന്ന് വരുന്ന കൺജങ്ഷൻസ്, കുത്തിട്ട് വരുന്ന കൺജങ്ഷൻസ് കോറിലേറ്റീവ്. സബോർഡിനേറ്റ് അർത്ഥപൂർണതയില്ലാത്ത സെന്റൻസുകളെ യോജിപ്പിക്കുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ. അടുത്ത സെന്റൻസിന്റെ പാർട്ടാണ് ഇന്റർജങ്ഷൻസ്. പരീക്ഷ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് ഇന്റർജങ്ഷൻസ്. കുട്ടികളെ, ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇന്റർജങ്ഷൻസ്. അതായത് ഒരു സെന്റൻസിൽ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് പറയുന്ന പേര് ഇന്റർജങ്ഷൻസ്. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ഒരു ആശ്ചര്യ ചിഹ്നം വന്നിട്ടുണ്ടായിരിക്കും. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ഒരു ആശ്ചര്യ ചിഹ്നം വന്നിട്ടുണ്ടായിരിക്കും. ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇന്റർജങ്ഷൻസ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ഓ, ആ, അലാസ്, വാവ്, ബ്രാവോ, ഹുറൈ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. ഹി ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ്. എന്ത് ചെയ്യുന്നൂടെ? ഇതൊക്കെ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. ഓക്കെ, അപ്പൊ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളെയാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ചില കുട്ടികളൊക്കെ പറയും എന്ത് ചെയ്യുന്നു? എക്സ്ക്ലമേറ്ററി വേർഡ് എന്നൊക്കെ പറയും. ഇതിന് പറയുന്ന പേരാണ് ഇന്റർജങ്ഷൻസ് എന്ന് പറയുന്നത്. നോക്കി എക്സാമ്പിൾ: ഹുറൈ, ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. നോക്ക്, അവിടെ വന്നിരിക്കുന്ന ഹുറൈ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റർജങ്ഷൻ. അതെ, ഇപ്പൊ ഇത് അണ്ടർലൈൻ ചെയ്തിട്ട് വിച്ച് വേർഡ് ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇന്റർജങ്ഷൻ. മറക്കരുത്. അടുത്ത വാവ്, ദാറ്റ് ഈസ് ടോട്ടലി ഓസം. ഇത് ചെയ്യുന്നൂടെ? അവിടെ വാവ് എന്ന് പറയുന്നത് ഇന്റർജങ്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇന്റർജങ്ഷൻസ്. ഇത്തരം വാക്കുകൾ കഴിഞ്ഞാൽ ആശ്ചര്യചിഹ്നം വന്നിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് ഭാഗമാണ് പ്രിപ്പോസിഷൻസ്. കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പ്രിപ്പോസിഷൻ നമ്മൾ ടോപ്പിക്കായിട്ട് പഠിക്കും, അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലിംഗ് ഇല്ല. പ്രിപ്പോസിഷൻ കണ്ടാൽ തിരിച്ചറിയുക. പ്രിപ്പോസിഷന്റെ യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ സെന്റൻസുകളിൽ ആശയപൂർണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. സെന്റൻസുകളിൽ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? നോക്ക്: ഇന്ന്, ഓഫ്, അറ്റ്, ബൈ, ഫ്രം, ടു, ഓൺ, അണ്ടർ, അപ്പോൺ, ഇൻടു, ഓവർ, ഓഫ്, ബിസൈഡ്, ബിസൈഡ്സ്, എമംഗ്, ബിറ്റ്വീൻ, ബൈ, എബോ, ബിലോ, സിൻസ്, ഫോർ, വിത്ത്, എക്സെട്ര. ഇങ്ങനെയുള്ള വാക്കുകളാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സെന്റൻസുകളിൽ ആശയപൂർണതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ്. ഇത് ഓരോന്നും നമ്മൾ എടുത്തു വെച്ച് പഠിക്കും. നമ്മൾ പ്രിപ്പോസിഷന്റെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഓരോന്നിന്റെ യൂസേജും അത് ഫോളോ ചെയ്യുന്ന വാക്കുകളും അതിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പിക്ക് ഔട്ട് എ പ്രിപ്പോസിഷൻ ഫ്രം ദ സെന്റൻസ്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇന്ന്, ഓഫ്, അറ്റ്, ബൈ, ഫ്രം, ടു, ഓൺ, അണ്ടർ, ഇൻടു, അപ്പോൺ, ഓവർ, ഓഫ്, ബിസൈഡ്, ബിസൈഡ്സ്, എമംഗ്, ബിറ്റ്വീൻ, ബൈ, എബോ, ബിലോ, സിൻസ്, ഫോർ, വിത്ത്, എക്സെട്ര. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? പ്രിപ്പോസിഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഏതുമായി ബന്ധപ്പെട്ടു? പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് വളരെ നന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നോടെ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന രീതിയാണ്. ഭയങ്കര പാടൊന്നുമില്ല, ചെറിയൊരു ശ്രദ്ധ മാത്രം മതി. വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. നമ്മൾ വളരെ കാര്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു കുട്ടികളെ? അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്, പ്രിപ്പോസിഷൻ. ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് എ ആൻഡ് ദി ആണ്. അത് ടോപ്പിക്കിന് പ്രിപ്പോസിഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക്. 7 തരം അഡ്ജക്റ്റീവ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്ക് 5 തരമുണ്ട്. ഏതൊക്കെയെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് അത് രണ്ടും നോക്കിയോണം. കൺജങ്ഷൻ പറഞ്ഞു, കണ്ടാൽ തിരിച്ചറിഞ്ഞാൽ മതി. ടോപ്പിക്കായിട്ട് നമ്മൾ കൺജങ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? 3 പേരുകൾ പറയും, അത് പഠിക്കണം.
എന്ത് ചെയ്യുന്നുണ്ട്, കോറിലേറ്റീവ്, കോർഡിനേറ്റിംഗ്, പിന്നെ അതേപോലെ സബോർഡിനേറ്റീവ് അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പറഞ്ഞു. ഇന്റർജങ്ഷൻ ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ പ്രിപ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെന്റൻസുകൾക്ക് ആശയപൂർണ്ണത നൽകാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ബൈ, താങ്ക് യു.